ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും പെർഫോമൻസ് ചെയ്തിട്ടും തള്ളപ്പെട്ടു പോയി. അതെ, ശ്രേയസ് അയ്യർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, ഒരുപാട് പെർഫോമൻസ് ചെയ്ത് കാണിച്ചു. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലാണെങ്കിലും ഇന്റർനാഷണൽ മത്സരത്തിലാണെങ്കിലും IPL-ലാണെങ്കിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. പക്ഷേ പലർക്കും കണ്ണിലുണ്ണി അല്ലായിരുന്നു, കണ്ണിൽ കരടായിരുന്നു തോന്നുന്നു ശ്രേയസ് അയ്യർ. ഡൽഹിയെ ഫൈനൽ വരെ എത്തിച്ചവൻ, കൊൽക്കട്ടയെ കപ്പടിപ്പിച്ചപ്പോഴത്തേന് പലർക്കും കണ്ണിൽ കരടായിട്ട് മാറി. മണ്ണും ചാരി എന്നവൻ പെണ്ണിനെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടില്ലേ, അതേ ഒരു അവസ്ഥയായിരുന്നു ശ്രേയസ് അയ്യറിനെതിരെ. എല്ലാ രീതിയിലും പെർഫോമൻസ് ചെയ്യുന്നു, ക്യാപ്റ്റനായിട്ട് മുന്നിൽ നയിക്കുന്നു, സ്കോർ എടുക്കുന്നു. ക്രെഡിറ്റ് മറ്റുള്ളവർ കൊണ്ടുപോകുന്നത് നോക്കിക്കേണ്ടതായിട്ട് വന്നു. ടീമിൽ നിന്ന് പുറത്തായി. 2025 പൊന്നും വില കൊടുത്ത് പഞ്ചാബ് ടീമിനൊപ്പം ചേർത്തു. പക്ഷേ പഞ്ചാബ് ചെയ്ത കാര്യം ശരിവെക്കുന്നതായിരുന്നു ശ്രേയസിൻ്റെ പ്രകടനം. 2014 ശേഷം പഞ്ചാബിനെ ഫൈനലിലെത്തിക്കുന്ന ക്യാപ്റ്റൻ മുമ്പിൽ നിന്ന് നയിച്ചു. ഏകദേശം 600 പരം സ്കോർ 2025 IPL-ൽ ശ്രേയസ് അയ്യർ നേടി. നോക്കുകയാണെങ്കിൽ പ്ലേ ഓഫിൽ മുംബൈയെ തല്ലി തകർത്ത് 85 റൺസോളം എടുത്തു. പ്ലേ ഓഫിൽ ടീമിനെ ഫൈനൽ വരെ കൊണ്ടെത്തിക്കുന്നു. പക്ഷേ ഫൈനലിൽ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. RCBക്ക് മുമ്പിൽ അടിയറവ് പറയേണ്ടതായിട്ട് വന്നു. BCCI നിർദ്ദേശം കൊടുക്കുന്നു ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പോയി കളിക്കാൻ. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പോകുന്നു, സൂപ്പർ പ്രകടനം കാഴ്ചവെക്കുന്നു. മുസ്താഖ് അലി ട്രോഫി കൈകൊണ്ട് തൂക്കിയവൻ, മുംബൈയെ മുസ്താഖ് അലി ട്രോഫി നേടിക്കൊടുത്തവൻ 2025. BCCIയുടെ കോൺട്രാക്റ്റ് പോലും ഇല്ലായിരുന്നു. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ വരുന്നു, സൂപ്പർ പ്രകടനം കാഴ്ചവെക്കുന്നു. കിട്ടിയ അവസരങ്ങളെല്ലാം സൂപ്പർ പ്രകടനം കാഴ്ചവെക്കുന്നു. എന്നാൽ 2025 ഇംഗ്ലണ്ട് ടൂറിൽ നമ്മൾ ആരെയോ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ശ്രേയസ് അയ്യറിന് മേളിലായിട്ട് കരുൺ നായരും സായി സുദർശനും വരുന്നു. എന്നാൽ ഒരു വേണ്ട പ്രകടനം നമ്പർ 3ക്ക് വേണ്ടി ടെസ്റ്റിൽ കാഴ്ചവെച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അയ്യറിന് മുകളിലായിരുന്നു കരുൺ നായരും സായി സുദർശനും. അത്രയും നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ട് എന്തോ ആൾക്കാർ കണ്ടിട്ടും കാണാതെ പോയി ശ്രേയസ് അയ്യറിന്. എന്നിട്ട് എന്ത് സംഭവിച്ചു? കരുൺ നായരിന് വേണ്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല, സായി സുദർശന് വേണ്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. നമ്പർ 3 ഇപ്പോഴും ഒഴിഞ്ഞു കിടപ്പുണ്ട്. 2024-2025 ആസ്ട്രേലിയ ടൂർ, ടെസ്റ്റ്, ഇംഗ്ലണ്ട് ടൂർ നമ്മൾ ആരെയോ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ മിസ് ചെയ്തത് ശ്രേയസ് അയ്യറിനെ തന്നെയായിരുന്നു. ശ്രേയസ് അയ്യർ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു. അത്ര നല്ലൊരു പീക്ക് ഫോമിലായിരുന്നു ശ്രേയസ് അയ്യർ. എന്നാൽ സെലക്ഷൻ കമ്മിറ്റി പല കാരണങ്ങൾ പറഞ്ഞ് ശ്രേയസ് അയ്യറിനെ മാറ്റി നിർത്തുന്നു, അയ്യരെ മാറ്റി നിർത്തുന്നു. അയ്യറിൻ്റെ സ്റ്റാറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ ടെസ്റ്റിൽ 14 ടെസ്റ്റ് കളിച്ചിട്ടുണ്ട്, 811 റൺസ് എടുത്തിട്ടുണ്ട്, 105 റൺസാണ് ഹയസ്റ്റ് സ്കോർ, 5 50 എടുത്തിട്ടുണ്ട്, 1 സെഞ്ചുറി നേടിയിട്ടുണ്ട്. ഇതൊരു പഴയ ശ്രേയസ് അയ്യറാണ്. പക്ഷേ ഈ ശ്രേയസ് അയ്യർ ഒരുപാട് മാറിയിട്ടുണ്ട്. സ്പിന്നർക്കെതിരെ ആയാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ സ്പിന്നർക്കെതിരെ ആയാലും ഷോർട്ട് ബോൾ ആയാലും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ശ്രേയസ് അയ്യർ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ 3 ഫോർമാറ്റിലും എന്തുകൊണ്ടും കളിക്കാൻ യോഗ്യനായ ഒരു പ്ലെയറാണ്. മറ്റാരേക്കാളും എന്തുകൊണ്ട് യോഗ്യനാണ് അയ്യർ ഇന്ത്യയുടെ 3 ഫോർമാറ്റും കളിക്കാൻ വേണ്ടി. ഒരു ഫോർമാറ്റിൽ ചുരുങ്ങിയത് ഇന്ത്യയുടെ ക്യാപ്റ്റനാവാൻ എന്തുകൊണ്ട് യോഗ്യനായ ഒരു പ്ലെയറാണ് അയ്യർ. പക്ഷേ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന സന്തോഷകരമായൊരു ന്യൂസാണ്, അയ്യർ തിരിച്ചു വരുന്നു 2020-ലേക്കും, അയ്യർ തിരിച്ചു വരുന്നു ടെസ്റ്റിലേക്കും. വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയിലോട്ട് വരാൻ പോകുന്നു. ആ ടെസ്റ്റ് മത്സരത്തിൽ അയ്യർ കാണുമെന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നു. അതുപോലെ തന്നെയാണ് 2020 ഇനി നടക്കാൻ പോകുന്ന ഏഷ്യ കപ്പ് 2020 ഫോർമാറ്റിലാണ് അയ്യർ ടീമിൻ്റെ ഭാഗമാകാൻ പോകുന്നു. സൂര്യകുമാർ യാദവ് ഉദിച്ചു വരുമ്പോഴത്തേന് അയ്യർ കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. സൂര്യകുമാറിന് മുമ്പേ, ഒരുപാട് മുമ്പേ ആണ് 2020-ലേക്ക് വരുന്നത് അയ്യർ. ഇന്ത്യയുടെ 2020 ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനും കൂടെ ആയിരുന്നു അയ്യർ. പക്ഷെ പല കാരണങ്ങളാൽ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. പിന്നെ ടീമിലേക്ക് തിരിച്ചു വരാൻ അയ്യർക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ നോക്കുവാണെങ്കിൽ അയ്യറിനെ സംബന്ധിച്ചിടത്തോളം മുമ്പിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. സൂര്യകുമാർ യാദവ് എന്ന് പറയുന്ന നമ്പർ 3യുടെ തടസ്സം, നമ്പർ 4-ൽ തിലക് വർമ്മ എന്ന് പറഞ്ഞൊരു തടസ്സം. പക്ഷേ എനിക്ക് ഉറപ്പാണ്, ഈ സ്ക്വാഡിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ പ്ലേയിങ് 11ൻ്റെ ഭാഗമാകും ശ്രേയസ് അയ്യർ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അത്രമാത്രം ടാലൻ്റ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്, അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തൊരു പ്ലെയർ തന്നെയാണ്. എന്തുകൊണ്ട് ഇന്ത്യയുടെ 3 ഫോർമാറ്റിലും അയ്യർ വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം കാണത്തില്ല. എല്ലാവരും അയ്യർക്ക് വേണ്ടി മറുപടി കൂട്ടി. എന്നാൽ ഈ പ്രാവശ്യം എന്തായാലും BCCIക്ക് കണ്ണടയ്ക്കാൻ കഴിയത്തില്ല, സെലക്ടർമാർക്ക് കണ്ണ് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല. സോ ശ്രേയസ് അയ്യറിന് എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാകണം. പ്രത്യേകിച്ച് ഏഷ്യ കപ്പിൽ നമ്മൾ പാകിസ്ഥാനെതിരെ കളിക്കാനുള്ളതാണ്. 2021 ശേഷം നമ്മൾ പാകിസ്ഥാനെതിരെ തോറ്റിട്ടേ ഇല്ല. രോഹിത് ശർമ്മ അവിടെ ഉണ്ടായിരുന്നു, വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു. അവിടെ തോൽക്കേണ്ട പല മത്സരങ്ങൾ ഇവരെല്ലാം കൂടി ചേർന്ന് വിജയിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ ശ്രേയസ് അയ്യർ എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ പ്ലെയർ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള, ടാലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ നമുക്ക് വേണം. 2020-ലാണെങ്കിലും ടെസ്റ്റിലാണെങ്കിലും ശ്രേയസ് അയ്യർ വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അറിയില്ല ശ്രേയസ് അയ്യർ ടീമിൻ്റെ ഭാഗമാകാൻ പോകുമ്പോൾ ആരുടെയൊക്കെയാണ് ചീട്ട് കീറാൻ പോകുന്നത്. അത് ടെസ്റ്റിൽ ഇനി കരുൺ നായരുടെ ആണോ സായി സുദർശൻ്റെ ആണോ അറിയില്ല. 2020-ലോട്ട് വരുവാണെങ്കിൽ അതിനി തിലക് വർമ്മയുടെ ആണോ മറ്റു ചിലരുടെ ആണോ എന്ന് അറിയാൻ വയ്യ. ഒരു കാര്യം അറിയാം, ഇന്ത്യയുടെ 3 ഫോർമാറ്റിലും ചുരുങ്ങിയത് 2 വർഷം അയ്യർ വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ലെന്നുള്ളത്.